ഡോക്ടറുടെ വീട് അവിടെ കാണുന്നില്ലല്ലോ. ആ കണ്ണാടി എടുത്ത് വയ്ക്കണം. എന്താ ഇത്ര വൈകിയത്? കാണാതെ ഞാൻ വല്ലാതെ പേടിച്ചു. സെറ്റപ്പ് ഒക്കെ റെഡി ആയിട്ട് വരാൻ പറ്റുമോ മണിക്കുട്ടിയെ? ദൗത്യം പരാജയപ്പെട്ടാലേ ഞാൻ നീ അടക്കം തീർന്നില്ലേ? വല്ലേട്ട് ഉറങ്ങിയോ? ഊർക്കം വലിച്ചുറങ്ങുകയാണ്. നന്നായി കുടിച്ചിട്ടോ? ഓ, നാടൻ പട്ടയായിരുന്നേ, മരുന്നിന്റെ ആവശ്യമില്ല. നാടൻ പട്ടയുടെ പ്രത്യേകത അത് ഞാളെ പൊക്കി കഴിഞ്ഞിട്ട് പറയാം. ഞാനിപ്പോ വാഴുന്നതിനകത്ത് നിറച്ചോട്ടെ. എങ്ങനെയുണ്ട്? എന്റെ അമ്മാവനല്ലേ? ഐഡിയ എന്റെ അല്ലേ? ഓ, അത് ഞാൻ ഓർത്തില്ല. കൺഗ്രാറ്റ്. താങ്ക് യു. എന്നെ എന്ത് കാണാനില്ല? നീ ബാത്റൂമിൽ നോക്ക്. ആ, കട്ടിലും ബാത്റൂമിലും എല്ലാം നോക്കി. ഇല്ല, വരാന്തയിൽ നോക്ക്. നോക്കിയില്ല. അയ്യോ, കാണാനില്ലേ? മതിയായോ? മതിയായോ? ഞാൻ പണ്ടേ പറഞ്ഞതാ ഉമ്മയെ കെട്ടിക്കോ. ഉമ്മർത്തൊരു പട്ടിയെ കെട്ടിയിരുന്നു. ഇപ്പൊ എന്തായി? അടിച്ചോണ്ട് പോയില്ലേ? കാണാനില്ല. ഫോൺ വന്നോ? ഫോൺ അല്ലടാ, ഡോക്ടറിനെ കാണാനില്ലെന്ന്. അമ്മായി വിഷമിക്കണ്ട, ഫോൺ വരും. ഹരിയേട്ടൻ രാവിലെ തന്നെ വട്ടി പിടിച്ചോ? അല്ല, അതുകൊണ്ടല്ല, എന്തെങ്കിലും വിവരങ്ങൾ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ഫോൺ ചെയ്യുമല്ലോ. ഫോൺ പക്ഷെ എടുക്ക. ഹലോ, ഡോക്ടർ ഉണ്ണിത്താൻ ഞങ്ങളുടെ അടുത്തുണ്ട്. അയാളെ വിട്ടുതരണമെങ്കിൽ 5 ലക്ഷം രൂപ ഞങ്ങളെ ഏൽപ്പിക്കണം. സ്ഥലവും സമയവും പിന്നീട് അറിയിക്കും. തട്ടിക്കൊണ്ടുപോയല്ലേ? 25,000 ചോദിച്ചു. അല്ല, 5 ലക്ഷം. 5 ലക്ഷോ? ഹലോ, 20,000 രൂപയല്ലേ? 5 ലക്ഷോ? ഹലോ ഹലോ, ഹരി, എന്താ ഹരി? അച്ഛനെ ആരോ തട്ടിക്കൊണ്ടുപോയി. 5 ലക്ഷം രൂപ വേണമെന്ന്. 5 ലക്ഷം? കല്യാണം കഴിഞ്ഞ ഉടനെ ഹണിമൂണിന് പോണം. വല്ല ഊട്ടിയിലോ സിംലയിലോ അങ്ങനെ എവിടെയെങ്കിലും. ഹണിമൂണിന്റെ കാര്യമൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. മനുഷ്യനോട് ടെൻഷൻ അടിക്കുമ്പോഴാണ് ഹണിമൂണ്. ആ ഹരി കാണുന്നില്ലല്ലോ.
ഫോൺ വന്നില്ലേ? ഫോണൊക്കെ വന്നു വെച്ചാ. കാശ് ആവശ്യപ്പെട്ടില്ലേ? കാശും ചോദിച്ചു. എന്നാ എത്രയും പെട്ടെന്ന് ഉണ്ണിത്താൻ ഡോക്ടറെ ഞാൻ പോയി രക്ഷിക്കാം. കാരണം അവൻ നമ്മളെ ചതിച്ചു മഹേഷ്. എങ്ങനെ? 25,000 രൂപ ആവശ്യപ്പെടണമെന്നല്ലേ അച്ഛൻ അമ്മാവനോട് പറഞ്ഞത്? അതെ. ഇപ്പൊ ആവശ്യപ്പെട്ട എത്രയെന്ന് അറിയോ? എത്രയാ? 5 ലക്ഷം രൂപ. എന്നിട്ട് അങ്ങനെ ചോദിച്ചാ? കരണമാവനല്ല, അങ്ങനെ ഏർപ്പെടുത്തിയ ഗുണ്ടായിരിക്കണം അത്. അരയെ കിട്ടിയ ചരട് പാമ്പായി കൊത്തിന്ന് കേട്ടിട്ടുള്ളൂ. ഇപ്പൊ അതും സംഭവിച്ചു. പാമ്പ് ആരെ കൊത്തുക കോപ്പോ? ഒരു പട്ടി ഇവിടെ ജനിക്കുമ്പോ മറ്റൊരു പട്ടി വായടയ്ക്ക്. ഇനിയിപ്പോ എന്താ ഒരു വഴി? അടഞ്ഞ വഴിയിലെല്ലാം വെട്ടിത്തുറക്കലല്ലേ ജോൺ സാമോന്റെ ജോലി. ആ കരുണൻ എന്ന ചതിയൻ അമ്മാവനില്ലേ, അവൻ മുങ്ങുന്നതിന് മുമ്പ് എന്ന് പൊക്ക് ചെല്ല്. അമ്മേ, കരണമാവനെ കണ്ടോ? വെളുപ്പിനെ ഇവിടെ വന്നു. ഒരു ബാഗ് കൊടുത്തോണ്ട് കക്കൂസിലേക്ക് പോയി. കക്കൂസ് ഇവിടെ വഴി അങ്ങോട്ട് വിളിച്ചു. ഒന്ന് പറഞ്ഞോട്ടെ. എന്നിട്ടൊന്നും പറയാ തിരക്കിട്ട് പുറത്തേക്ക് പോണ കണ്ടു. ഇത് മാരകാര്യങ്ങൾ വല്ലതും ഉണ്ടായിരുന്നാ? ഞാൻ ശ്രദ്ധിച്ചില്ല. എന്ത് പറ്റി മോനെ? ഒന്നുമില്ലമ്മേ, കരണമാവന് ലോട്ടറി അടിച്ചോന്നൊരു ചെറിയ സംശയം. നേരാണോ? എങ്ങനെ അടിക്കാതിരിക്കും? അവനിപ്പോ ശുക്രദശയല്ലേ. ഇനി വെച്ചടി കയറ്റായിരിക്കും. ചേട്ടനെ 1.5 ദിവസത്തേക്ക് പൊക്കി ആ കല്യാണം നടത്തി തരാമെന്ന കള്ള സാമൂല പറഞ്ഞു. എന്നിട്ടിപ്പോ കല്യാണം നടന്നതുമില്ല. എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാതെ ഒളിച്ചോടേണ്ട ഗതികേടും വന്നല്ലോ എന്റെ ഈശ്വര. സഹോദര, റെയിൽപാളത്തിൽ തല വെക്കാൻ പറ്റിയ സ്ഥലം ഏതാ? തല വെക്കാൻ? പിന്നെ കാല് വെക്കാനോ? അതിന് പറ്റിയ സ്ഥലമാ വളവില. ആ പാലത്തിന്റെ അതെ, ആ പാലത്തിന് ഒരുപാട് ആൾക്കാർ കുളിക്കാൻ വരത്തില്ലേ? അവരൊക്കെ കണ്ട അവസ്ഥയില്ല. ഞാൻ ആരുടെ അമ്മാവനല്ല. വേണ്ട, നിൽക്കില്ല. എന്നോടൊപ്പം ഓടണ്ട. ഒരു കാര്യം പറയണ്ട. അതൊരു സിനിമയല്ലേ, ഇത് ജീവിതമാണ്. ചാകാൻ പോകുന്നത് നടന്നുണ്ട്. ചാകാൻ പോകുന്ന കാര്യം ഉണ്ടാലോ. കൊല്ലല്ലേ. ഈ നാണം കെട്ട മനുഷ്യനെയാണല്ലോ ഇത്രയും നാൾ ഞാൻ സ്നേഹിച്ചെന്ന് ഓർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. ഇനി ഒരു ശൃംഗാരവും വേണ്ട, കല്യാണവും വേണ്ട. ഒരു കല്യാണത്തിന് വേണ്ടി ഹരിയേട്ടനോ ഇത്ര ചീപ്പാവെന്ന് ഞാൻ വിചാരിച്ചില്ല. സ്വന്തം ചേട്ടനെ ഒളിപ്പിച്ചു വെച്ചിട്ട് കാരണം പൈസ ചോദിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ പിന്നിൽ ആരൊക്കെയോ ഉണ്ട്. അമ്മ എന്തൊക്കെയാ പറയുന്നത്? അച്ഛനാരാ ശത്രുക്കളുള്ളത്? ശത്രുക്കളേ ഉള്ളൂ. എല്ലാം തന്നെ വരുത്തി വെച്ചോളൂ. ആ മാരേജ് ബ്യൂറോക്കാരനുണ്ടല്ലോ, അയാളുടെ ബുദ്ധിയായിരിക്കും ഇതിന്റെ ഒക്കെ പിന്നിൽ. ആരുടെ ബുദ്ധി അതിനും വേണ്ടില്ല. ഇനി കല്യാണം ഒന്നും പറഞ്ഞ ആരും ഏർപ്പെടുത്തവിട്ടണ്ട. എന്റെ കൺമുമ്പിലാങ്ങാനും കാണണമായിരുന്നു. ഞാൻ അവന്മാരെ ഷേപ്പ് മാറ്റിയവന്. പക്ഷേ ദൈവം എന്റെ കണ്ണിന് കാഴ്ച തന്നില്ല. ചേട്ടൻ കരയാതെ. എങ്ങനെ കരയാതിരിക്കും? അന്ധനായ എന്നെ അന്ധകാരത്തിന്റെ അഗാധയിലേക്ക് തള്ളിയിട്ട് ആ അന്ധകന്മാർ അങ്കിളിന്റെ പെട്ടിയിൽ അവസാനത്തെ ആനയടിച്ചില്ലേ? ഞാൻ എപ്പോഴും പറയാറില്ലേ മണിക്കുട്ടിയോട്, കരുണേട്ടനെ നമ്പരുതെന്ന്.